തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ദേവസ്വം ബോർഡ് നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ടെന്ന് കോടതി. ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ല. കണക്കിലെ പൊരുത്തക്കേട് പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇക്കാര്യം ഓഡിറ്റർ 10 ദിവസത്തിനകം അറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. ഈ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ചുള്ള പുതിയ വിവരങ്ങൾ സമർപ്പിച്ചതിന് ശേഷമാണ് ഈ വിമർശനം എന്ന് നമുക്ക് കാണാം. എന്തൊക്കെയാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത്? ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ദേവസ്വം ബോർഡിന് കനത്ത തിരിച്ചടിയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ദേവസ്വം ബോർഡ് നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ല എന്ന ഒരു വിമർശനം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. കണക്കിലെ പൊരുത്തക്കേട് പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഓഡിറ്റർ 10 ദിവസത്തിനകം അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 10 ദിവസത്തെ സമയം കൂടി അനുവദിച്ചിരിക്കുന്നു കോടതി എന്നത് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പൊരുത്തക്കേട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതാണ്. വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നതാണ്. ഇപ്പോൾ കോടതിയിൽ പുതിയ കണക്കുകൾ നൽകിയതിനു ശേഷം ഉണ്ടായിട്ടുള്ള വിമർശനമാണ് ഇത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ദേവസ്വം ബോർഡിന്റെ അച്ചടക്കമില്ലായ്മയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. നേരത്തെ തന്നെ ആരോപണ വിധേയമായിരുന്നു ബോർഡ്. ഇപ്പോൾ പുതിയ കണക്കുകൾ സമർപ്പിച്ചതിന് ശേഷവും കോടതിയിൽ നിന്ന് വലിയ വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യം എന്താണ്? രേണു, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന് മതിയായ രേഖകൾ ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ലെന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡ് നൽകിയ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. അയ്യപ്പ സംഗമത്തിന് കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചിട്ടുണ്ട്. വ്യക്തമായ കാരണമില്ലാതെ സംഗമത്തിന്റെ ബജറ്റിൽ മാറ്റം വരുത്തി. ദേവസ്വം ബോർഡിന് സാമ്പത്തിക അച്ചടക്കമില്ലെന്നാണ് ഹൈക്കോടതി പ്രധാനമായും വിമർശിച്ചത്. അങ്ങനെയാണ് കണക്കിലെ പൊരുത്തക്കേട് പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാനാകുമെന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ബെഞ്ചാണ് ഇക്കാര്യം പരിഗണിച്ചിട്ടുള്ളത്. ഓഡിറ്റർ 10 ദിവസത്തിനകം ഈ കാര്യം കൃത്യമായി കോടതിയെ അറിയിക്കണം. അതായത് ദേവസ്വം ബോർഡ് സബ്മിറ്റ് ചെയ്ത കണക്കിലും ചെലവായ കണക്കിലും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കാര്യം 10 ദിവസത്തിനകം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റർ 10 ദിവസത്തിനകം കൃത്യമായ കണക്കുകൾ അറിയിക്കണം. ഈ എന്തെല്ലാം ചെയ്യാനാകുമെന്നുള്ള കാര്യം കൃത്യമായി കോടതി അറിയിക്കണമെന്നാണ്. കൃത്യമായ ബില്ലുകളും വൗച്ചറുകളും ദേവസ്വം ബോർഡ് നൽകിയിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ ബില്ലുകളെല്ലാം രസീതുകളായി എഴുതുന്നു എന്നുള്ള ഒരു കാര്യവും കോടതി കണ്ടെത്തിയിരുന്നതാണ്. അതുമാത്രമല്ല, ആ സമയത്ത് ഇത്രയധികം, അതായത് ബാക്കിയുള്ള സംസ്ഥാനത്തെ മറ്റെല്ലാ സർവീസുകളും ഡിജിറ്റലൈസ് ചെയ്ത സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൽ മാത്രം എന്താണ് ഈ അപാകത ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യാൻ ഇത്ര അമാന്തം എന്താണ് എന്ന് കോടതി നേരത്തെ ചോദിച്ചിരുന്നതാണ്. ആ സാഹചര്യം കൂടി കോടതി ഈ അവസ്ഥയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യമായി കണക്കിൽ കൃത്യത വരണം. അത് കൃത്യമായ കണക്കല്ല ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്നുള്ള കോടതി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബോർഡിന് 10 ദിവസത്തെ സമയം കൂടിയാണ് ഈ കണക്കുകൾ കൃത്യമായി വിവരിക്കാൻ ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.